ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഹൃദയം ഷൂട്ടിങ് ചെയ്ത ആ മലയിലാണ് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിൽക്കുന്നത്. ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ട് രാധിക. ഹായ് പറയൂ. ഹായ്. എന്താ എത്താനായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവണല്ലേ, അതാ മരം. ഹൃദയം ആ സിനിമയിലെ ഒരു പാട്ട് കല്യാണം ഒക്കെ ഇല്ലേ, ഇതിവിടെ വെച്ചിട്ടാണ് കേട്ടോ. ഞങ്ങൾ സ്വാമി നമ്മളോട് പറയണം, നമ്പർ പറഞ്ഞു തരാണ് കേട്ടോ. അതാ അവള് ദക്ഷിണയും കൊടുത്തു. സ്വാമി അത് വാങ്ങി. അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയപ്പോൾ പറ്റില്ല. ഇവിടുത്തെ അഭിപ്രായങ്ങളൊന്നും പറഞ്ഞോളൂ. ഞാനിത് ഹായ് പറയും. അടിപൊളി കേട്ടോ. പൂജാരി ഞങ്ങളെ വിളിക്കുകയാണ് കേട്ടോ. നല്ല പരിചയമുണ്ട് എൻ്റെ ഫ്രണ്ടിന്. ഞങ്ങൾ അമ്പലത്തിക്കാ പോണത്. നല്ല വിശേഷം. കുറെ ആയില്ലേ അമ്പലത്തേക്ക് വന്നിട്ട്. അപ്പൊ ഒന്ന് കന്ന് എന്നിട്ട് പോകാന്ന് വിചാരിച്ചു. അതെ, സിനിമയിൽ അഭിനയിച്ച ആളാണ്, ഞങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് അടിപൊളി സീനറി ട്ടാ. അതുപോലൊരു സൈറ്റ് വേറെ എവിടെയും കിട്ടില്ല. ദൈവത്തിന്റെ അടുത്ത് തൊഴുതു സ്ഥലം കേട്ടാ. അടിപൊളിയായിട്ടില്ലേ, ഏരിയ സൂപ്പറാണ്. ഇപ്പം നിറയെ ടൂറിസ്റ്റുകൾ വരും കേട്ടോ. അതുകൊണ്ട് ആ മരത്തിൻ്റെ അവിടെ നല്ല സൈറ്റ്. ഇത് അമ്പലത്തിൻ്റെ സൈഡൊക്കെയാണ് കേട്ടത്. ഉണ്ടല്ലേ, സൂപ്പറായിട്ടില്ലേ, നല്ല സ്ഥലമാണ്. അവളെന്തോ അവിടെ പണി ഒരുക്കി വെക്കുന്നുണ്ട്. അതാണ് ടാങ്ക്. പല്ലശ്ശേനയ്ക്ക് മൊത്തമായിട്ട് ജലജീവൻ മിഷൻ്റെ ടാങ്കാണ് കേട്ടോ. അത് പണി പൂർത്തിയായിട്ടില്ല, കഴിഞ്ഞേ ഉള്ളൂ. എത്രയോ ലക്ഷം ടണ്ണ് ലിറ്റർ വെള്ളമാണ് അതിൽ സംഭരിക്കുന്നത് കേട്ടോ. പല്ലശ്ശേന മൊത്തം വെള്ളം ഇതിൽ നിന്നാണ് എടുക്കുക കേട്ടോ, ഈ ടാങ്കിൽ നിന്ന്. സൂപ്പറായിട്ടില്ലേ. ഏറ്റവും ഉയർന്ന പ്രദേശമാണ് പല്ലശ്ശേനെ തന്നെ. ഏറ്റവും ഉയർന്ന പ്രദേശമാണ് ഈ മാമല. ഏതാന്ന് പറഞ്ഞാൽ അറിയുമല്ലോ. ഹൃദയം പോലുള്ള സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത് ഈ അമ്പലവും പ്രദേശങ്ങളൊക്കെയാണ്. നെന്മാറ, നെല്ലിയമ്പതി പോലുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ആ മലയൊക്കെ കാണാൻ നെല്ലിയമ്പതി മലയാണ്. അടിപൊളിയായിട്ടില്ലേ. എപ്പോൾ വേണേലും വരാം കേട്ടോ. 6:30 വരെ ഈ അമ്പലം തുറന്ന് പ്രവർത്തിക്കും. പിന്നെ നമുക്ക് എപ്പോൾ വേണേലും വരാം. ഇവിടെ ഇപ്പോൾ ഇന്ന ദിവസം തന്നെ എന്നുള്ളതൊന്നുമില്ല. അടിപൊളിയായിട്ടില്ലേ.